ചെറിയ അരുവികൾ, നദികൾ എന്നിവിടങ്ങളിലൊക്കെ തടിക്കഷ്ണങ്ങളും മരക്കൊമ്പുകളും ചെളിയുമൊക്കെ വെച്ച് അണ കെട്ടുക. ആവാസ വ്യവസ്ഥയിലെ എഞ്ചിനീയർമാർ എന്ന പേരിലും അണക്കെട്ടുകളുടെയും തുരങ്കങ്ങളുടെയും നിർമ്മാണത്തിന്റെ പേരിലും അറിയപ്പെടുന്ന ബീവറുകൾ എന്ന ജീവിവർഗത്തിന്റെ ഹോബിയാണിത്. പ്രകൃതിയിലെ എഞ്ചിനീയർ എന്നാണ് ഇവ അറിയപ്പെടുന്നത് തന്നെ. ബീവറുകൾ പണ്ട് നെതർലൻഡ്സിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് വംശനാശം സംഭവിച്ചിരുന്നു. എന്നാൽ 1988ഓടെ രാജ്യത്ത് ബീവറുകളെ തിരികെ എത്തിച്ചു. എന്നാൽ അതിനുശേഷം ബീവറുകളുടെ എണ്ണം നെതർലാൻഡ്സിൽ ക്രമാതീതമായി വർദ്ധിച്ചു. ഇതോടെ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു. ഏകദേശം 7000 ബീവറുകൾ നെതർലാൻഡ്സിൽ ഇപ്പോൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അണക്കെട്ട് നിർമ്മാണവും തുരങ്ക നിർമ്മാണവും ഒക്കെയായി ബീവറുകൾ ഒരു ഭാഗത്ത് തങ്ങളുടെ പണിയെടുക്കുമ്പോൾ അവ കാരണം മറുവശത്ത് ഡച്ചുകാരുടെ സമാധാനം നഷ്ടപ്പെട്ടു. കാരണം കടൽ ഭിത്തികളിൽ പോലും ഇവ തുരങ്കം നിർമ്മിക്കാൻ തുടങ്ങിയിരുന്നു. സമുദ്രനിരപ്പിന് താഴെയാണ് നെതർലാൻഡ്സിന്റെ നല്ലൊരു ഭാഗം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പ് ഉയരുന്ന സമയത്ത് പ്രത്യേക സംഘങ്ങൾ ബീവറുകളെ നിരീക്ഷിക്കാൻ പോകാറുണ്ട്. കോടിക്കണക്കിന് യൂറോ ചെലവഴിച്ച് ബീവറുകളുടെ തുരക്കൽ തടയാനായി കടൽ ഭിത്തികൾക്കു മേൽ ഇരുമ്പ് മെഷുകളും മറ്റും അധികൃതർ സ്ഥാപിക്കുന്നുണ്ട്. നെതർലാൻഡ്സിന്റെ ഭൂപ്രകൃതി മൂലം വളരെ നിർണായക സ്ഥാനമുള്ളവയാണ് കടൽ ഭിത്തികൾ. നെതർലാൻഡ്സിൽ സംരക്ഷിത മൃഗമായതുകൊണ്ട് ഇവയെ കൊല്ലാനും സാധിക്കില്ല. ബീവറുകൾ സാധാരണയായി ജലാശയങ്ങളുടെയും നദികളുടെയും കരയിലുമാണ് മാളങ്ങൾ ഉണ്ടാക്കുക. വെള്ളത്തിൽ നിന്നും കരയിൽ നിന്നും മാളത്തിലേക്ക് പ്രവേശന ദ്വാരങ്ങൾ ഉണ്ടാകും. ശത്രുക്കളുടെ ആക്രമണം ഉണ്ടായാൽ ഉടൻ തന്നെ കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് കടക്കും. മാളത്തിനകത്ത് ഒരു നിശ്ചിത പരിധി വരെ വെള്ളം ഉണ്ടാകും. ബീവറിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായ ഒന്നാണിത്. ഇക്കാരണത്താൽ ജലാശയങ്ങളിലെ സ്വാഭാവിക ജലനിരപ്പ് കുറയുമ്പോൾ ബീവർ ജലാശയത്തിന് കുറുകെ അണ നിർമ്മിച്ച് ജലനിരപ്പ് ഉയർത്തും. ഇതാണ് ബീവറുകളുടെ അണക്കെട്ട് നിർമ്മാണത്തിന് പിന്നിലുള്ള വസ്തുത. താരതമ്യേന വലിയ അണക്കെട്ടുകൾ നിർമ്മിക്കാൻ ബീവറുകൾക്ക് സാധിക്കാറുണ്ട്. ഇങ്ങനെ നിർമ്മിക്കുന്നവ പെട്ടെന്ന് ഒഴുക്ക് തടയുകയും വെള്ളപ്പൊക്കം, കൃഷിനാശം എന്നിവ സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട്. ബീവറിന്റെ രോമത്തിന് വാണിജ്യാടിസ്ഥാനത്തിൽ വൻ ഡിമാൻഡാണുള്ളത്. അത് ശേഖരിക്കുന്നതിനായി മനുഷ്യൻ നടത്തിയ ബീവർ വേട്ടയാണ് ഇവിടെ വംശത്തിന് ഭീഷണിയായത് എന്നാണ് റിപ്പോർട്ടുകൾ. ബീവറുകൾ സസ്യഭുക്കുകളാണ്, അതായത് അവ സസ്യവസ്തുക്കൾ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. മരത്തിന്റെ പുറംതൊലിയും ശാഖകളും ജലസസ്യങ്ങൾ എന്നിവയൊക്കെ ഇവ കഴിക്കാറുണ്ട്. ബീവറുകളുടെ മുൻഭാഗത്തെ പല്ലുകളാണ് അവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ. ഈ പല്ലുകൾ വളരെ ശക്തമാണ്. പല്ലുകൾ ജീവിതത്തിലുടനീളം വളർന്നുകൊണ്ടേയിരിക്കും. ഇത് ബീവറുകളെ പല വിധത്തിലും സഹായിക്കുന്നു. എന്ന് മാത്രമല്ല, ഇവ നിരന്തരം തേഞ്ഞു പോവുകയും ചെയ്യും. അയൺ ഓക്സൈഡിന്റെ ഉയർന്ന സാന്ദ്രത മൂലമാണ് മുൻവശത്തുള്ള പല്ലുകൾക്ക് ഓറഞ്ച് നിറം ലഭിച്ചിരിക്കുന്നത്. മരങ്ങളും മറ്റ് കഠിനമായ വസ്തുക്കളും കടിച്ചു കീറുമ്പോൾ ഈ അയൺ ഓക്സൈഡ് പല്ലുകളെ കൂടുതൽ കടുപ്പമുള്ളതാക്കുകയും തേയ്മാനത്തെ കൂടുതൽ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. മരങ്ങൾ മുറിക്കാനും അണക്കെട്ടുകൾ പണിയാനും മാത്രമല്ല, ഭക്ഷണം പൊടിക്കാനും ബീവറുകൾ തന്റെ പല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. കേടായതോ നഷ്ടപ്പെട്ടതോ ആയ പല്ല് ഒരു ബീവറിന്റെ അതിജീവനം ദുഷ്കരമാക്കും. കാരണം അതിന് ഭക്ഷണം കഴിക്കാനോ അണകെട്ടാനുള്ള വസ്തുക്കൾ ശേഖരിക്കാനോ കഴിയില്ല. ഇക്കാരണത്താൽ പല്ലുകളുടെ ആരോഗ്യം ബീവറിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്.